ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾ പലരും പല പ്രാവശ്യം ആവശ്യപ്പെട്ടൊരു ടോപ്പ് കട്ടിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടോപ്പ് കട്ടിങ് എങ്ങനെയാണെന്ന് ശ്രദ്ധയോടെ നിങ്ങൾ കാണുക. അപ്പോൾ തുണി ഇതാണ് നമ്മളിന്ന് കട്ടിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുണിയെ. അപ്പോൾ ഈ തുണിയെ നമ്മൾ രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് നമ്മുടെ മുഖത്തിന് അഭിമുഖമായിട്ട് രണ്ടായിട്ട് ഇതുപോലെ തുണിയെ മടക്കി ഇടണം. ആ സമയത്ത് നമ്മൾ അയൺ ബോക്സ് ഓഫാണോ, ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ മടക്കിയിട്ടു. ഓക്കെ, രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ആ സമയം കൊണ്ട് നമ്മൾ അയൺ ബോക്സ് ഓൺ ആക്കിയിരിക്കണം. അയൺ ബോക്സിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 3 ഇഞ്ച് ഫ്രണ്ടിൽ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് 3 ഇഞ്ച് 3.5 ഇഞ്ച് നിങ്ങളുടെ തുണിയുടെ വീതി അനുസരിച്ചിട്ട് 3-3.5 ഇഞ്ച് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പം എല്ലായിടത്തും ഇത് ഫ്രണ്ടിൽ നമ്മൾ ആ ഫോൾഡിങ് ചെയ്യേണ്ട ഭാഗത്താണ് ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 3.5 മാർക്ക് ചെയ്തതിന് ശേഷം താഴെ വരെ നമ്മളിങ്ങനെ 3.5 മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം ഇങ്ങനെ ഫോൾഡിങ് ചെയ്യണം. ഈ രീതിയിൽ ഫോൾഡിങ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അയൺ ബോക്സ് ഓൺ ആക്കി വെച്ചിരിക്കണം. കാരണം ഈ ഫോൾഡിങ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഫോൾഡിങ് ചെയ്ത് ആ ഒരു ലൈൻ നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയൺ ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ചില തുണിയൊന്നും നന്നായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ അയണിങ് മെഷീൻ ഓൺ ആക്കി നമ്മൾ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോൾഡിങ് ചെയ്തതിന് ശേഷം ഇത് നല്ലതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത്, അപ്പോൾ ഈ ഫോൾഡിങ് മാറത്തില്ല. നമ്മളിപ്പം മെഷീൻ എടുക്കുന്നുണ്ടെ ഈ ഫോൾഡിങ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകും. അതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ നമ്മൾ അയൺ ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ കൈ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ടോപ്പ് ഫ്രണ്ട് വശം 3.5 ഇഞ്ച് വെച്ചിട്ട് ഇത് ഫോൾഡിങ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ 3.5 ഇഞ്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ഫോൾഡിങ് ചെയ്ത് അയൺ ചെയ്ത് നല്ല ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറത്തില്ല, നല്ല ഫിക്സ് ആയിട്ടിരിക്കും. അതിനുശേഷം ഇനിയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ പോകുന്നത്. മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് ഇവരുടെ ഫുൾ ലെങ്ത് വന്നത് 45 ആണ്, പ്ലസ് 2 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. അതായത് 2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി കൂട്ടിയിട്ടുണ്ട്. മേളത്തെ 1/2 ഇഞ്ച് താഴത്തതും പോയി. നമുക്ക് എന്തായാലും തയ്യൽ തുമ്പ് ഇടുമ്പം 1/2 ഇഞ്ച് കൂട്ടിയിടുക. ഒരിക്കലും തയ്യൽ തുമ്പ് നമ്മൾ പറഞ്ഞിരിക്കുന്ന അളവിൽ നിന്ന് അല്പം പോലും കുറയാൻ പാടില്ല. അപ്പോൾ തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. 45 ഇഞ്ച് ഇറക്കം പ്ലസ് 2 ഇഞ്ച് കൂട്ടി നമുക്ക് 47 ഇഞ്ച് ഇറക്കം വെച്ചിട്ടുണ്ട്. ഇനി ഷോൾഡറാണ് നമ്മൾ ഫസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ്, ഞാനിത് 2 പ്രാവശ്യം ഈ ടോപ്പ് ഞാൻ തയ്ച്ച് കാണിച്ചിട്ടുണ്ട്, കട്ടിങ് ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ പഴയ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അതിനകത്തും പലരും വീണ്ടും ചോദിക്കുന്നുണ്ട്, ഈ മോഡൽ ഒന്നും കൂടി ഇടാമോ. ഞാൻ കുറച്ച് തിരക്കായി പോയാണ്ട് ഇടയ്ക്കുന്നത് ശ്രദ്ധിക്കാതെ പോയത്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും അത് കട്ടിങ് വളരെ വിശദമായിട്ട് കാണിക്കുകയാണ്. ഈ കട്ടിങ് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ നമ്മൾ ലെങ്ത് എടുത്തു, തുണി രണ്ടായിട്ട് ഫോൾഡിങ് ചെയ്തു. ഇത് നമുക്ക് മുഖത്തിന് അഭിമുഖമായിട്ട് ഇടുന്നതെന്ന് പറയുക. ഈ ഫോൾഡിങ് ഇത് ഫ്രണ്ട് പോർഷനാണ്. ഇത് നമുക്ക് ഫ്രണ്ടിലോട്ട് വേണം നമ്മൾ ഇങ്ങനെ ഇടാനായിട്ട്. അപ്പോൾ അത് അയൺ ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഷോൾഡറാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. ഷോൾഡർ വന്നിരിക്കുന്നത് 14 ഇഞ്ചാണ് ഷോൾഡർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബാക്ക് നെക്ക് ഒട്ടും ഇറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഷോൾഡർ 14 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു കറക്റ്റ് ഓക്കെ. ഇത് ബാക്ക് ഒട്ടും, ഇത് കോളറല്ല, ഇത് വേറൊരു പാറ്റേൺ ആണ്. ബാക്ക് നമുക്ക് എന്നാൽ ഒരു 1.5 ഇഞ്ച് ബാക്ക് താഴ്ത്തുന്നുണ്ട്. എന്നാൽ ബാക്ക് അധികം താഴ്ത്തുന്നില്ലാത്തതുകൊണ്ട് ഷോൾഡറിൻ്റെ കറക്റ്റ് അളവ് തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് പോയി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് 7 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പ് പോയി കഴിയുമ്പോൾ നമുക്ക് 6.25 ഇഞ്ച് കറക്റ്റ് കിട്ടിക്കോളും. അത് കറക്റ്റായിരിക്കും ഷോൾഡർ. അപ്പോൾ നമുക്ക് ഈ 7 ഇഞ്ചാണല്ലോ നമ്മൾ ആദ്യമായിട്ട് തയ്യൽ തുമ്പിനുള്ള ഇത്രയും ഭാഗം ആദ്യമേ മാറ്റിയിടുക, അല്ലെങ്കിൽ നമ്മളെപ്പോഴും തയ്യൽ തുമ്പ് അതിനകത്ത് കയറിപ്പോവും. അപ്പോൾ ഇത്രയും തയ്യൽ തുമ്പിനുള്ളത് ആദ്യമേ നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഷോൾഡർ എത്രയാണോ എടുത്തത് അത്രയും തന്നെ കൈക്കൂലി എടുക്കുക. ഇതിന് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബാക്കിൽ 1.5 ഇഞ്ച് ഒക്കെ ബാക്ക് എക്സ്ട്രാ ഇടാന്നുണ്ടെങ്കിൽ ആ ബാക്കിൽ നിന്ന് ആ തുണി ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് നന്നായിട്ട്, അതായത് തുണി ഒരിക്കലും നമ്മളിപ്പോൾ ഈ ടോപ്പ് കണ്ടോ, ഈ ടോപ്പ് ഇതുപോലെ തന്നെയുള്ളൊരു ടോപ്പാണ്. ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് ഇപ്പോൾ തയ്ക്കാൻ പോകുന്നത്. കോളർ ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഷോൾഡർ ആ കറക്റ്റ് അളവിട്ടത്. അപ്പോൾ കോളർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഷോൾഡർ ഇട്ടിട്ട് 1/2 ഇഞ്ചോട് തയ്യൽത്തും കൂടെ കയറ്റിയിടണം. കോളർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർന്ന് നിൽക്കുന്ന കോളർ ആണെങ്കിൽ, ഇച്ചിരി കോളർ വൈഡ് ആണ് വേണ്ടുന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവ് മാത്രം ഇട്ടാൽ മതി. ഒരുപാട് ഷോൾഡർ ഇറങ്ങിപ്പോകാൻ നമ്മൾ നോക്കരുത്.
അപ്പോൾ ഷോൾഡർ എത്രയാണോ ഇട്ടത് അത്രയും തന്നെ നമ്മൾ കൈക്കുഴിയും കൂടെ മാർക്ക് ചെയ്തു. ഈ രീതിയിലും ചെയ്യാം, ബാക്കിൽ നിന്ന് എക്സ്ട്രാ ആയിട്ടും ചെയ്യാം. അപ്പോൾ ഈ രീതിയായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ 7 ഇഞ്ച് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്തു. ആ കൈക്കുഴി മാർക്ക് ചെയ്തെടുത്ത് അപ്പോൾ 7 ഇഞ്ച് കൂടുതലല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇവിടെ വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് കൂടുതലാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെസ്റ്റ് വന്നിരിക്കുന്നത് 36 ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം വന്നിരിക്കുന്നത്. അപ്പോൾ 36ൻ്റെ കൂടെ നമ്മൾ പ്ലസ് 8 ഇഞ്ച് കൂട്ടണം. നമ്മൾ വണ്ണത്തിനൂടെ 8 ഇഞ്ച് കൂട്ടിയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ 36 8 കൂട്ടിയപ്പോൾ എത്രയായി? നമുക്ക് 44 ആയിട്ടുണ്ട് അളവ്. അപ്പോൾ 44-ന് 4-1 ഇവിടെ ഇടാൻ പോകുന്നത്. അപ്പോൾ 44 പകുതി 22, 22 പകുതി എത്രയാണ്? 11. അപ്പോൾ 11 ഇഞ്ച് ഇവിടെ ഇടാൻ പോവാം. 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് തയ്ച്ച് വരുമ്പോൾ നമുക്ക് 10 ഇഞ്ച് മതി. 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പാണ്. 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിരിക്കുന്നത് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിരിക്കുന്ന തയ്യൽ തുമ്പാണ്. നമുക്ക് 10 ഇഞ്ച് അളവ് മതി. 36 പ്ലസ് 4 ഇഞ്ച് ലൂസ് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അത് എല്ലാം 4 പീസിലും വരുമ്പോൾ ആ 8 ഇഞ്ച് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെ ഇട്ടു. 36-ന് 4-1 കണ്ടു. എത്രയാണ്? 36 പ്ലസ് 8 44, 44 4-1 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. നമുക്ക് 36 പ്ലസ് 4 ഇഞ്ച് ലൂസ് കൂടെ ചേർത്ത് ഇവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ 11 ഇഞ്ച് നമ്മൾ തയ്ത്ത് കൂടി ചേർത്തിട്ടു. ഇനി നമ്മളിവിടെ നോക്കേണ്ടത് ഇവരുടെ ബോഡി ലെങ്ത് ആണ്. അതായത് ഈ ഷോൾഡർ മുതൽ അവരുടെ ഷേപ്പിൻ്റെ ഭാഗം വരെ ഉണ്ടല്ലോ, ആ ഭാഗം വരെയുള്ളത് ഇവർക്ക് 14 ഇഞ്ചാണ്. അത് നമ്മൾ തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം കറക്റ്റ് 14 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ അവർക്ക് ഷേപ്പ് 34 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. 34 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 17 ഇഞ്ച്, അതായത് 8.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. 8.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഷേപ്പിൻ്റെ കൂടെ 1 ഇഞ്ച് അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് കേട്ടോ. അതായത് ഇപ്പോൾ അവർക്ക് നല്ല ഷേപ്പുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു 1/2 ഇഞ്ച് കൊടുത്താൽ മതി. എല്ലാ തുമ്പിലും കൂടെ വരുമ്പോഴത്തേന് ആ കുട്ടിക്ക് അത് കറക്റ്റ് കവർ ആയിക്കോളും. ഈ ആളിന് അല്പം വയറുള്ളത് കൊണ്ട് ഞാൻ 1 ഇഞ്ച് ലൂസ് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഷേപ്പ്, അതായത് ഇവിടുത്തെ ഷേപ്പ് എന്ന് പറയുന്നത് 34 ഇഞ്ചാണെന്ന് പറഞ്ഞാൽ 32 ഉള്ളൂ കേട്ടോ. അത് അവർക്ക് ഷേപ്പ് അതിലേക്ക് 32ആണ്. 32 ആകുമ്പോൾ അതിൻ്റെ പകുതിയുടെ പകുതി 4 ഭാഗം വരുമ്പോൾ 8 ഇഞ്ചാണ് വരുന്നത്. നമുക്കൊരു 1/2 ഇഞ്ച് ലൂസാണ് സാധാരണ ഷേപ്പ് ഉള്ളവർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഈ കുട്ടിക്ക് ഇച്ചിരി വയറൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3/4 ഇഞ്ചോളം ലൂസ് കൊടുക്കാം. അത് അവർ ഇവിടെ കൊടുക്കുന്ന ലൂസ് എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർക്ക് ഇപ്പോൾ ഷേപ്പ് വണ്ണം ഇവിടെ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ചിലർക്ക് വയർ ഇച്ചിരി ഡെലിവറി ഒക്കെ കഴിഞ്ഞവരാണെങ്കിലും ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്ക് വളരെ നല്ലതായിട്ട് വയറുണ്ടല്ലോ. അപ്പോൾ അവരുടെ വയറിനനുസരിച്ചിട്ട് ലൂസ് നമ്മൾ കൊടുക്കണം. അല്ല നല്ല ബോഡി ഷേപ്പുള്ള കുട്ടിയാണെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഷേപ്പിനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി. അത് പക്ഷേ നമ്മൾ സിബ് വെച്ച് തയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ഷേപ്പിനെക്കാട്ടിലും 1/2 ഇഞ്ച് പോലും കൊടുക്കണമെന്നില്ല. സിബ് ആണെങ്കിൽ ഫുൾ ഓപ്പൺ ചെയ്തവർക്ക് നല്ല ബോഡി ഫിറ്റായിട്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇടുന്ന ഷേപ്പ് എന്ന് പറയുമ്പം നമ്മുടെ വരുന്ന കസ്റ്റമറിൻ്റെ ഷേപ്പിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ കസ്റ്റമറിന് 32 ഇഞ്ചാണ് അവരുടെ കറക്റ്റ് അളവ്. അതിനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചോളം ഞാൻ കൂട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ 3/4 ഇഞ്ച് ഇപ്പോൾ ഇവിടെ ഇട്ടാലും ഞാൻ ബാക്കിൽ ടക്ക് അടിക്കുന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചോളം ബാക്കിൽ പോകുന്നുള്ളതുകൊണ്ട് എനിക്കത് കറക്റ്റ് 1/2 ഇഞ്ചായിട്ട് കിട്ടും. ഇപ്പോൾ 4 പീസാണല്ലോ ഇത്. 4 പീസും കൂടി ചേർന്ന് വരുമ്പോൾ നമുക്ക് അവർ കറക്റ്റ് ലൂസായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാർക്ക് ചെയ്തു. മാർക്കിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് സ്കെയിൽ വെച്ചിട്ട് നേരെ ഏറ്റവും എൻഡിലോട്ട് പോകുന്ന ഭാഗം, അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് എൻഡിലോട്ട് പോകുന്ന ഭാഗം കറക്റ്റ് വരുന്ന രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഷേപ്പിൻ്റെ കാര്യം നിങ്ങൾ ആളുടെ വയറുവണ്ണം ആശ്രയിച്ചാണ് ചെയ്യുന്നത്. 1/2 ഇഞ്ച്, 1/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്, 1 ഇഞ്ച് ഒക്കെ ഇവിടുത്തെ ഷേപ്പ് കൊടുക്കാം. അത് ആ കസ്റ്റമറിൻ്റെ ഷേപ്പിനെ ആശ്രയിച്ചിട്ടാണ് ഇടുന്നത്. നോർമൽ കറക്റ്റ് ഷേപ്പ് ഉള്ളവരാണെങ്കിൽ അതിനെക്കാട്ടിലും 1/4 ഇഞ്ച് കൊടുത്താൽ മതി. സിബ് വെക്കുവാണെങ്കിൽ, സിബ് ഇല്ലെങ്കിൽ 1/2 ഇഞ്ച് കൊടുക്കാം. അല്ല 1 ഇഞ്ച് ചിലർക്ക് ഷേപ്പ് അധികം വേണ്ടെന്ന് പറയുന്നവർക്ക് അതിനനുസരിച്ച് ലൂസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. മാർക്കിന് ശേഷം ഇപ്പോൾ 7 ഇഞ്ച് കൈക്കുഴി അവർക്ക് കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് 7 ഇട്ടെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഒരു 1 ഇഞ്ച് താഴ്ത്തി ഞാനിങ്ങനെ ഒരു മാർക്കിങ് ചെയ്യും. ഈ മാർക്കിങ് ചെയ്ത് നമ്മൾ ഈ കഴുത്തിന് വരുന്ന ഭാഗം 2.5 ഇഞ്ച്, കഴുത്തിൻ്റെ അകലം ഒരു 2.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. ആ 2.5 ഇഞ്ചിലോട്ട് ചരിച്ചൊരു മാർക്കിങ് കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ സെൻറ്റർ പോർഷൻ ഇങ്ങനെ
ഹൈറ്റായിട്ട് കിട്ടണം. ഇവിടെ ഇങ്ങനെ ചരിഞ്ഞ് മാർക്കിംഗ് വരുന്നതുകൊണ്ടാണ് ഞാനിവിടെ 7 ഇഞ്ച് ഷോൾഡറിൻ്റെ അളവ് തന്നെ ഇവിടെ കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കറക്റ്റ് 6 ഇഞ്ച് മാത്രമേ കൈക്കുഴിയുള്ളൂ. അപ്പോൾ കൈക്കുഴി വെട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്കിന് ശേഷം ഇങ്ങനെ സ്കെയിൽ കൊണ്ട് വരച്ച ഈ സ്ട്രെയിറ്റ് മാർക്കിൻ്റെ വെളിയിലൂടെ ഇങ്ങനെ എടുത്തിട്ട് വന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ലൂസായിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കാതിരിക്കാനായിട്ട് നല്ല ഷേപ്പിൽ നിൽക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മുടെ കറക്റ്റ് അളവാണ്. അപ്പോൾ നമുക്കിതിനെ ഇനി കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇവിടെ ഇങ്ങനെ ചരിച്ച് വെട്ടാനൊന്നും പോകരുത്. ഇവിടെ നിന്നാണ് നമുക്ക് അത് ഫ്രണ്ട്ലി പോർഷൻ്റെ അടുത്ത് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഇവിടെ നിന്ന് ചരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യും. മതിയോ? അപ്പോൾ അതിൻ്റെ ബാക്ക് പീസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബാക്ക് പീസ്, അപ്പോൾ ഫ്രണ്ട് എടുത്ത് നമ്മൾ ബാക്ക് തുണിയുടെ മുകളിലായിട്ട് ഇങ്ങനെ കറക്റ്റ് വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ് ബാക്ക് വേണമെങ്കിൽ നമുക്കൊരു 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കാം. ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോലെ ബാക്കിൽ 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതുപോലെ തന്നെ ചരിവ് പോലെ തന്നെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്തിട്ട്, ഇപ്പം നല്ല ഫ്രണ്ട് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുന്നോട്ട് ഇങ്ങനെ ചായച്ച് നമുക്ക് കൊടുക്കാം. അപ്പോൾ കഴുത്ത് നമുക്ക് ഇതിനൊരു കഴുത്ത് അധികം ഇറങ്ങുന്നില്ല കേട്ടോ. കഴുത്തൊരു 1-1.5 ഇഞ്ച് മാത്രമേ ചായച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഈ ഷോൾഡർ അകത്തുനിന്ന് ചേർന്ന് വരാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മൾ ഫ്രണ്ട് കൈക്കുഴി മാർക്ക് ചെയ്യുന്നു, പക്ഷേ ഫ്രണ്ട് കൈക്കുഴി അളവിലല്ലല്ലോ നമ്മൾ ചെയ്യാറ്. ഫ്രൈക്ക് കൈക്കുഴി ഒരു 1/2 ഇഞ്ചോളം ബാക്കിലോട്ട് ഇതുപോലെ തള്ളി നിൽക്കും. അപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് എടുത്ത് വെച്ചിട്ട്, ഇത് സാധാരണ ചുരിദാറിന് നമ്മൾ ചിലതിനൊക്കെ ആദ്യം ബാക്ക് കട്ട് ചെയ്യും, ഫ്രണ്ട് കട്ട് ചെയ്യും. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെയാണ് ചെയ്യുന്നത്. അവർക്ക് അവരവരൊരു സൗകര്യം ഏതാണോ ആ രീതി ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെയ്ത് ഫ്രണ്ട് കൈക്കുഴി ഇത്രയും കുഴിച്ച് വെട്ടുന്നുണ്ട്. ഒരിക്കലും ഫ്രണ്ട് എടുത്ത് ബാക്കിൽ വെക്കുമ്പോൾ ഈ ഫ്രണ്ട് കൈക്കുഴി അളവിൽ വെട്ടരുത്. ബാക്ക് കൈക്കുഴി എപ്പോഴും ഫ്രണ്ടുകൾ 1/2 ഇഞ്ച് മുന്നോട്ട് തള്ളി നിർത്തണം. പിന്നെ നമ്മളിതുപോലെ ഷേപ്പ് എല്ലാം ബാക്കി എല്ലാ ഷേപ്പ് അതുപോലെ തന്നെ ഷേപ്പ് ഇതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ഇതേ സെയിം അളവിൽ കട്ട് ചെയ്യുക. ഇങ്ങനെ ചരിച്ച് വണ്ണം കുറഞ്ഞ കുട്ടികളാണെങ്കിൽ ഇതേ സെയിം അളവിൽ തയ്ക്കാം. അപ്പോൾ ഇത് ഇച്ചിരി ഏജുള്ള ആളായതുകൊണ്ട് ഇച്ചിരി കുറച്ച് ഫ്രണ്ടൊക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നു. വയറൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാറ്റിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ബാക്കിൽ നിന്ന് നമ്മളിങ്ങനെ 1.5 ഇഞ്ച് ചായച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫോൾഡിങ് ചെയ്തതാണ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ അടിച്ച് ഇതുപോലെ ഇങ്ങനെ ഈ ഫോൾഡിങ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ അടിച്ചിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം. ഫ്രണ്ട് പോർഷനാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ 2 ഭാഗവും 2 സൈഡിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള വശത്തേക്ക് അടിച്ച് മാറ്റുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വീതി തന്നെ ഇടണം കേട്ടോ. 3.5 ഇഞ്ച് കുറഞ്ഞ 3 ഇഞ്ചെങ്കിലും വേണം കേട്ടോ. കാരണം നമുക്ക് മേളിലൊരു ഫോൾഡിങ് ആണ് വരുന്നത്, ഇങ്ങനെ ഒരു ഫോൾഡിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത്രയും ഇടണമെന്ന് പറയുന്നത്. അപ്പോൾ 2 ഭാഗവും നമ്മളിങ്ങനെ ഫ്രണ്ട് പോർഷൻ ഫോൾഡിങ് ചെയ്ത് വെച്ചത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കുമായിട്ട് ചേർക്കാൻ പോവാണ്. അപ്പോൾ ബാക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് സാധാരണ ചുരിദാറിന് ചെയ്യുന്ന പോലെ ക്രോസ് പീസ് വെച്ച് ഇങ്ങനെ നമ്മൾ അടിച്ചതിന് ശേഷം ബാക്കിനെ ഇതുപോലെ വെച്ചു. അതിപ്പോൾ നല്ല ഭാഗമാണല്ലോ, ഇത് അകത്തോട്ടുള്ളത് അടിച്ചിട്ടിരിക്കുകയാണ്. ഈ തുണി തീരെ വെയിറ്റ് കുറവാണ്, അതുകൊണ്ട് ഈ മെഷീനെ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കത്രയൊക്കെ എടുത്തിട്ട് പുറത്ത് വയ്ക്കുന്നത്. ഇനി നമ്മൾ ഈ അടിച്ച ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഭാഗത്തിനാണ് ഒരു ഫോൾഡിങ് കൊടുക്കണം. ആ ഫോൾഡിങ് ആണ് ഇപ്പോൾ ഞാൻ കാണിക്കാം. നമ്മൾ ആ 3 ഇഞ്ച് ഇടണമെന്ന് പറഞ്ഞത് ഈ ഫോൾഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ തുണി ഇങ്ങനെ എടുത്ത് വയ്ക്കുക, നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് വയ്ക്കുക. അടിച്ച ഭാഗം അകത്ത് പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് ഫോൾഡിങ് വേണ്ടത്. ഇങ്ങനെ ചേർത്ത് വെച്ചു. അതിനുശേഷം ഇതിനെ ഇങ്ങനെയൊരു ഫോൾഡിങ് നമ്മളൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഫോൾഡിങ് വേണം. ആ ഫോൾഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇടുന്നത്. അതൊരു പിൻ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാത്ത തുണിയാണെങ്കിൽ ഇങ്ങനെ പിൻ ചെയ്ത് വയ്ക്കാം. കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ ഒരു വി പോലെ നെക്ക് വരും. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഫോൾഡിങ് ഈ ഒരു സെയിം മെഷർമെൻറ്റിൽ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഫോൾഡിങ് ചെയ്ത് ഒരു പിൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിൽക്കും. ഉണ്ടോ? ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിതിനെ ഫിക്സ് ചെയ്ത് വയ്ക്കുക. അങ്ങ് തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വെക്കാൻ പോകും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ടിൽ നമുക്കിങ്ങനെ വി ഷേപ്പിൽ ഒരു ഫോൾഡിങ് വരും.
അതിനുശേഷം നമ്മൾ ഇവിടെ ചെയ്യുന്ന ഇതിനെ ഇവിടെ ജോയിൻ ചെയ്യുന്ന രീതി കാണും. 2-3 ലൂപ്പ് വെച്ചിട്ട് ഒരു ഷോ ബട്ടൺ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചാൽ പിന്നെ ഇതെങ്ങും പോവില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫോൾഡിങ് ചെയ്ത ഭാഗം, ഇത് നല്ല വശമാണല്ലോ, ആ നല്ല വശത്ത് ഈ ഫോൾഡിങ് ചെയ്ത ഈ ഭാഗം നമ്മുടെ നല്ല വശമാണല്ലോ, ആ നല്ല വശവും കൂടെ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സാധാരണ ചുരിദാറിന് ഇങ്ങനെ അടിക്കാറുണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ അടിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് തയ്യൽ തുമ്പ് ക്ലോസ് ചെയ്ത് നമുക്കിതുപോലെ അടിച്ചു കൊടുക്കാം. ഇങ്ങനെ അടിച്ച് നമുക്ക് കറക്റ്റ് ഷോൾഡർ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു പോയിൻ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോയാൽ നിങ്ങളത് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, അതിനൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഇതിന് ഡബിൾ സ്റ്റിച്ച് 2 അടിപ്പ് കൊടുക്കാം കേട്ടോ. കാരണം ഈ തുണി എന്ന് പറയുമ്പം അങ്ങനെ കോട്ടൺ അല്ലാത്തതുകൊണ്ട് 2 സ്റ്റിച്ച്, ഏത് തയ്യലാണെങ്കിലും നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇതിങ്ങനെ കണ്ടല്ലോ, ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനിലോട്ട് വരും, കണ്ടോ, ഇതിങ്ങനെ ഫ്രണ്ടിൽ മടങ്ങി വരുന്ന ഭാഗം. ഇതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ അത് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗം 2 ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ 2 ഭാഗം ജോയിൻറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് സാധാരണ ചുരിദാറിന് ക്ലോസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതിങ്ങനെ ക്രോസ് പീസ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചത് ഇതുപോലെ ക്ലോസ് ചെയ്യാൻ പോകണം. നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ തയ്യൽ തുമ്പി കിട്ടുന്ന നൂല് അന്നേരം തന്നെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അത് ആ തയ്യലിൻ്റെ ഒരു വൃത്തിയാണ്. അപ്പോൾ എന്തെങ്കിലും നൂല് എക്സ്ട്രാ നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ക്രോസ് പീസ് ബാക്കിലേ വെച്ചിട്ടുണ്ട്, ഫ്രണ്ട് 2 പിടിപ്പിച്ചു. ഇനിയിപ്പോൾ ഫ്രണ്ട് എങ്ങനെ വന്നു നോക്കാം. ബാക്ക് ഇതാണ് നമ്മളുടെ ഫ്രണ്ട് ഇങ്ങനെയാണ് വരിക. ഇത് ഫിനിഷ് ആയി കഴിയുമ്പോൾ ഇതിങ്ങനെ ഇവിടെ നമ്മൾ ഫോൾഡിങ് ചെയ്ത ഭാഗം ഒരു വി ഷേപ്പിൽ ഇങ്ങനെ വരും. ഇത് നമ്മൾ അയൺ ചെയ്ത് വി കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ആണ് ഇത്രയുള്ള ഭാഗം. ഇനി നമ്മൾ സാധാരണ ചുരിദാറിൻ്റെ വയ്ക്കുന്നതിൽ കൈ വെച്ചു, അതുപോലെ തന്നെ കൈ വെച്ച് ഷേപ്പ് അടിച്ച്, ഇത് അമ്പർല ആയതുകൊണ്ട് സ്ലിറ്റൊന്നുമില്ല. കൈ വെച്ചതിന് ശേഷം നമ്മൾ സ്ലിറ്റ് അടിക്കുക. സ്ലിറ്റ് അടിച്ചതിന് ശേഷം ഇവിടെ ഒരു 3 ലൂപ്പ് വയ്ക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ റെഡ് മണി വയ്ക്കുക. ഇതിനകത്തൊരു ഇന്നർ ഇടുന്നുണ്ട്, ഇന്നറിൻ്റെ കളർ വയ്ക്കുക. ആ ലൂപ്പ് കയറ്റിയിടാൻ വേണ്ടി 3 ബട്ടൺസ്. ഇത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ ടോപ്പ് ഫിനിഷ് ആകും. അപ്പോൾ അത് ഫിനിഷ് ആയതിന് ശേഷമുള്ള ലുക്ക് കാണിക്കാം കേട്ടോ.